ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് മീൻ പീര. അതിന് ആവശ്യമായത് മീൻ, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക്, തേങ്ങ, കൊടുമ്പുളി കേട്ടോ, അത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ തേങ്ങയും ചെറിയുള്ളിയും ഇഞ്ചിയും കാന്താരി മുളകും വെളുത്തുള്ളി എല്ലാം കൂടി മിക്സാക്കി തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. ഒതുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കരിവേപ്പിൻ്റെ ഇലയും കൊടുമ്പുളി വെള്ളത്തിലിട്ട് അതും അതിലേക്ക് ഇടുക കേട്ടോ. അതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോരുത്തർക്ക് ആവശ്യത്തിനുള്ള അത് മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ. ഞാൻ 1/4 സ്പൂണാണ് കേട്ടോ അതിനിട്ടത്. 1 കപ്പ് തേങ്ങയാണ് എടുത്തത് അതിന് ആവശ്യമായത്. അത് മിക്സ് ചെയ്തതിന് ശേഷം മീനിട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്യണം കേട്ടോ. മീൻ നിങ്ങൾക്ക് ആവശ്യമായത് എടുക്കുക, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നെത്തോലി അല്ല കേട്ടോ മീൻ. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ മുല്ലമുട്ട് എന്ന് പറയാം. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ അതിൻ്റെ പേര് പറയല്? ചെറിയൊരു മീനാണ്. ഉപ്പിടാൻ മറന്നു കേട്ടോ. ഉപ്പിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് പിന്നെ വെള്ളമൊന്നും ഒഴിക്കണം കേട്ടോ. മിക്സാക്കി കഴിഞ്ഞ് ഗ്യാസ് മേൽ ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാനേ. വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ഇറങ്ങുന്ന മീനും തേങ്ങയിൽ നിന്നാകുന്ന വെള്ളം തന്നെ ഉണ്ടാവും. ഇടയ്ക്കൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഉപ്പില്ലാന്ന് കണ്ടാൽ ഉപ്പ് വേണം ഇട്ട് കൊടുക്കാം. ഞാനിടുന്നില്ല കേട്ടോ. ഉപ്പ് എൻ്റെ പാകമായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അടി പിടിക്കാൻ ഒരു 10-15 മിനിറ്റിനുള്ളിൽ മൊത്തം റെഡിയാവും കേട്ടോ. 10 മിനിറ്റ് തന്നെ വേണ്ട റെഡിയാവാൻ. നല്ലപോലെ ഇളക്കി അതിൽ കരിവേപ്പിൻ്റെ ഇലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നമ്മൾ ഫസ്റ്റ് ഒഴിച്ചില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് ദിവസം സ്പൂണങ്ങ് മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി കൊടുത്തിട്ട് അടിച്ച് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ പീര റെഡി ആയിട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻ്റ് ഇടുക. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബായ്.